പല്ല് തേക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡൂസ് ആൻഡ് ഡോൺട്സ്. ഓക്കെ, ഡോൺട്സിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ കിടക്കാം. എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? ഒന്നാമത്തെ കാര്യം, നെവർ എവർ യൂസ് ദ സെയിം ബ്രഷ്. സെയിം ബ്രഷ് ഒരിക്കലും യൂസ് ചെയ്യരുത്. 3 മാസം കഴിയുമ്പോൾ അത് മാറ്റണം, ബ്രഷ് മാറ്റണം. ഓക്കെ. നമ്പർ 2, നമ്മളൊരു എപ്പോഴും പല്ല് തേച്ചിട്ട് വേണം കിടക്കാൻ. ഒരിക്കലും അത് തേക്കാതെ നമ്മളൊരിക്കലും കിടക്കരുത്. എന്തെങ്കിലും ഭക്ഷണ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും ഷുഗറി ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് അവിടെ കിടക്കും. എന്നിട്ട് അതിങ്ങനെ കുറേശ്ശെ നമ്മൾ പല്ലിലെ തിന്നാണ് നമ്മൾ, പക്ഷെ അത് കാണുന്നില്ല. ഓക്കെ. നമ്പർ 3, ഒരിക്കലും നമ്മൾ ഒരുപാട് ആൾക്കാർ, നാവ് പഠിക്കാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ജസ്റ്റ് പല്ല് തേക്കൽ മാത്രം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നാവ് പഠിക്കണം. പിന്നെ ലാസ്റ്റത്തെ കാര്യം, ഒരുപാട് പേര് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ രുചി കാരണമായിരിക്കാം, അതിൻ്റെ ആ ഒരു കുൽക്കുഴിഞ്ഞ് തുപ്പിക്കഴിഞ്ഞാൽ എല്ലാ ജേംസും പോവും. അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ബ്രഷ് ചെയ്യേണ്ടത് ബ്രഷ് ചെയ്ത് തന്നെ വേണം. മൗത്ത് വാഷ് കൊണ്ട് നമ്മുടെ ജേംസ് പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് നമ്മുടെ മൗത്ത്, വായനാറ്റം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നല്ലതാണ്. ഇറ്റ്സ് ലൈക്ക് എ ഗുഡ്, അത്രേ ഉള്ളൂ. അല്ല, അത് കൂടുതൽ അതിന് ഗുണങ്ങൾ ഇല്ല. ഓക്കെ, എന്ന് വെച്ചിട്ട് ഉപയോഗിക്കേണ്ടെന്നല്ല, ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോളൂ, നോ പ്രോബ്ലം. പിന്നെ ഡൂസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കിടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, 2 മിനിറ്റ് ബിഫോർ ബെഡ് നമ്മൾ എപ്പോഴും പല്ല് തേക്കണം. ദിവസത്തിൽ 2 നേരമെങ്കിലും നമ്മൾ പല്ല് തേക്കേണ്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, 3 മാസം കൂടുമ്പോൾ നല്ലൊരു ബ്രഷ് മേടിക്കുക. സെൻസോഡൈൻ, പെപ്സോഡൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം മോശമാണെന്നല്ല. പിന്നെ ഒരിക്കലും നമ്മൾ ഹാർഡായിട്ട് ബ്രഷ് ചെയ്യരുത്. സാധാരണ വളരെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ബ്രഷ് ചെയ്യുക. ഒരുപാട് പേര് ചളി പോകാനായിട്ട് വളരെ ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. സാധാരണ മതി ബ്രഷ് ചെയ്താൽ മതി. പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ എല്ലാ സൈഡിൽ കൂടെയും റൊട്ടേഷൻ, അപ്പ് ഡൗൺ അപ്പ് ഡൗൺ, പിന്നെ സർക്കുലർ മോഷൻ, ഇങ്ങനെ ഒരു 3 ടൈംസ്, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ഒരു 3 ടൈംസ്. പിന്നെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. പിന്നെ ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റ് വേണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാനായിട്ട്. കാരണം പല ഫ്ലേവർ ഉള്ളതും പല തരത്തിലുള്ള പേസ്റ്റുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ പേസ്റ്റിൽ ഫ്ലൂറൈഡ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് പല്ല് തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പല്ലിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെയുള്ള ഡൗട്ട് ഒരുപാട് പേർക്കെന്ന് വെച്ചാൽ, ചിലവർ ഈ പറഞ്ഞവർ ഈ പെപ്സി അല്ലെങ്കിൽ 7up ഇതൊക്കെ കുടിക്കുമ്പോൾ നമുക്കത് കുറയ്ക്കാം ഡെഫിനറ്റ്ലി. പക്ഷെ എപ്പോഴും രാത്രി കുടിക്കണതൊന്നും ഒഴിവാക്കാതെ കുറച്ചും കൂടി ബെറ്റർ. എനിക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബട്ട് സ്റ്റിൽ. കാരണം എന്താ വെച്ചാൽ, നമ്മളിതൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ആ പല്ലിൻ്റെ അവിടെ ഇതിങ്ങനെ അബ്സോർബ് ചെയ്യും പെട്ടെന്ന്. അപ്പോൾ അബ്സോർബ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അത് അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ഷുഗറി ഐറ്റംസ് കുടിക്കുന്നതും കഴിക്കുന്നതും ഒഴിവാക്കണം, ബെറ്റർ. ഇനി എങ്ങാനും കഴിച്ചു പോയി, നോ പ്രോബ്ലം. പല്ല് നന്നായിട്ട് തേച്ചിട്ട് കിടന്നാൽ മതി. ഓക്കെ. സോ മേക്ക് ഷുവർ ദാറ്റ് യുവർ ടീത്ത് ഇസ് വെരി ഹെൽത്തി.